ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുലൂസ് കോച്ചിങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വരുന്ന ശനിയാഴ്ചത്തെ എക്സാമിൻ്റെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കുറച്ച് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, capillary puncture is a poor choice for specimen collection if the patient is. ഒന്നുകൂടെ വായിക്കാം. Capillary puncture is a poor choice for specimen collection if the patient is answer dehydrated. Dehydrated ആയിരിക്കുവാണെങ്കിൽ capillary puncture ഒരു poor choice ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ CPR എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, a person who donates his or her blood to be stored and reinfused if needed during surgery is known as forced blood donor, autologous blood donor, professional blood donor, none of this. ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓട്ടോലോഗസ് ബ്ലഡ് ഡോണർ. A person who donates his or her blood to be stored and reinfused if needed during surgery is known as autologous blood donor. അടുത്ത ക്വസ്റ്റ്യൻ, warming the antecubital space or hand prior to puncture. Warming the antecubital space or hand prior to puncture. എന്ത് സംഭവിക്കും? ഇൻക്രീസ് ദ ബ്ലഡ് ഫ്ലോ. ബ്ലഡിൻ്റെ ഫ്ലോ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതായത് നമ്മൾ ചൂട് പിടിപ്പിക്കില്ലേ, നമ്മൾ കയ്യിലൊക്കെ തിരുമ്മി ചൂട് പിടിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ ഫ്ലോ കൂടും. വാമിങ് ദ ആൻറ്റിക്യൂബിറ്റൽ സ്പേസ് ഓർ ഹാൻഡ് പ്രയോർ ടു പങ്ക്ചർ ഇൻക്രീസ് ദ ബ്ലഡ് ഫ്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഡിറ്റക്ടിങ് CSF പ്രോട്ടീൻസ് ആർ. Most accurate method of detecting CSF proteins are electrophoresis. CSF proteins ഡിറ്റക്ട് ചെയ്യാനുള്ള മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡാണ് ഇലക്ട്രോഫോറസിസ്. ഇൻ പൾമോണറി ഒഡേമ സ്പ്യൂട്ടം ഈസ്. പൾമോണറി ഒഡേമയിൽ സ്പ്യൂട്ടം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആയിരിക്കും. ഇൻ പൾമോണറി ഒഡേമ സ്പ്യൂട്ടം ഈസ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒലിഗോക്ലോണൽ ബാൻസ് ഇൻ CSF ഇൻഡിക്കേറ്റ്സ്. ഇതെല്ലാം മെഡിക്കൽ ടേമുകളാണ്, മെഡിക്കൽ ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഡിസീസസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, ഒളിഗോക്ലോണൽ ബാൻസ് ഇൻ CSF എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, HbA1c ഗീവ്സ് ഇൻഫർമേഷൻ എബൌട്ട്. HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് എന്തിൻ്റെ ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത്? ഗ്ലൈക്കമിക് കൺട്രോൾ ഓവർ 3 months. അതായത് നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് 3 മാസത്തെ നമ്മുടെ ബ്ലഡിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് HbA1c. HbA1c gives information about glycemic control over 3 months. Previous question, oligoclonal bands in CSF indicates multiple sclerosis. അടുത്ത question, analyzer that is known as short turnaround time, random access auto analyzer. അടുത്ത question, sputum consists of. സ്പ്യൂട്ടം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂടുന്നതാണ് സ്പ്യൂട്ടം എന്ന് പറയുന്നത്? 95% വാട്ടർ ആൻഡ് 5% ഓർഗാനിക് കോമ്പൗണ്ട്സ്. സ്പ്യൂട്ടം കൺസിസ്റ്റ് ഓഫ് 95% വാട്ടർ ആൻഡ് 5% ഓർഗാനിക് കോമ്പൗണ്ട്സ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ടെസ്റ്റ് ഫോർ കീറ്റോൺ ബോഡീസ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ടെസ്റ്റ് ഫോർ കീറ്റോൺ ബോഡീസ്? ബാർഫോർഡ് ടെസ്റ്റ് കീറ്റോൺ ബോഡീസിൻ്റെ ടെസ്റ്റിന് ഉപയോഗിക്കുന്നതല്ല. ബാർഫോർഡ് ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എലവേറ്റഡ് ലെവൽ ഓഫ് GGT ആർ ഫൗണ്ട് ഇൻ. അതായത് GGT എന്ന് പറയുന്നതിൻ്റെ ലെവല് കൂടുന്നത് ഏതൊക്കെ ഡിസീസിനാണ്? ലിവർ ഡിസീസ്, ക്രോണിക് ആൽക്കഹോളിസം,
പാൻക്രിയാറ്റിക് ഡിസീസ്. ഈ 3 ടൈപ്പിനും GGTയുടെ ലെവൽ ഇൻക്രീസ് ആവും. ലിവർ ഡിസീസ്, ക്രോണിക് ആൽക്കഹോളിസം, പാൻക്രിയാറ്റിക് ഡിസീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. നെഫ്രോൺ. എല്ലാവർക്കും നമുക്ക് പരിചയമുണ്ട്, കിഡ്നിയുടെ നമ്മൾ എന്തായാലും പോകുന്ന നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അതിൻ്റെ പേര് തന്നെ അതിൽ നിന്ന് വന്നേക്കുന്ന. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ഏതാണ്? നെഫ്രോൺ. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഇനിയിപ്പോൾ 21-ാം തീയതി എക്സാം, ഇനി സമയമില്ല. അപ്പോൾ നമുക്ക് വേഗം വായിച്ച്, ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് കുറേ വായിച്ച് വിട്ട് നമുക്ക് പഠിക്കാനേ ഇനി നേരമുള്ളൂ. ഇനി റിവിഷനുള്ള ടൈമേ ഉള്ളൂ. ഇനി 2 ദിവസമല്ലേ പരീക്ഷയ്ക്കുള്ളൂ. ലിപ്പിഡ്സ് ഫ്രം ടിഷ്യൂസ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ലിവർ ബൈ. ലിപ്പിഡ്സ് ഫ്രം ടിഷ്യൂസ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ലിവർ ബൈ HDL. അടുത്ത ക്വസ്റ്റ്യൻ, മേജർ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സ്. പാൻക്രിയാറ്റിക് ലിപ്പേസ്. മേജർ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സ് പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബാക്ടീരിയ ഹാവിങ് ഫ്ലാഗല്ല ഓൾ അറൗണ്ട് ദ ബാക്ടീരിയൽ സെൽ ഈസ് നോൺ ആസ്. പെരിട്രിച്ചേറ്റ്. Peritrichate. Bacteria having flagella all around the bacterial cell is known as peritrichate. വാക്കൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നുമില്ല. ബാക്ടീരിയ ഹാവിങ് ഫ്ലാഗല്ല ഓൾ അറൗണ്ട് ദ ബാക്ടീരിയൽ സെൽ ഈസ് നോൺ ആസ് Peritrichate. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഓഫ് ദ ഫോളോവിങ് ബയോളജിസ്റ്റ് നോൺ ആസ് ഫാദർ ഓഫ് മൈക്രോബയോളജി. മൈക്രോബയോളജിയുടെ ഫാദർ ആരായിട്ടാണ് അറിയപ്പെടുന്നത്? ലൂയിസ് പാസ്ചർ. ഹൂ ഓഫ് ദ ഫോളോവിങ് ബയോളജിസ്റ്റ് നോൺ ആസ് ഫാദർ ഓഫ് മൈക്രോബയോളജി? ലൂയിസ് പാസ്ചർ. Culture method used for producing pure growth of bacteria for slide agglutination. Stroke culture എന്ന് പറയും. ആൻസർ, stroke culture. Culture method used for producing pure growth of bacteria for slide agglutination is stroke culture. അടുത്ത ക്വസ്റ്റ്യൻ, optimum temperature for the growth of common pathogenic bacteria is 37. Optimum temperature for the growth of common pathogenic bacteria is 37. അടുത്ത ക്വസ്റ്റ്യൻ, primary stain used in gram staining is crystal violet. Primary stain used in gram staining is crystal violet ആണ് ഗ്രാം സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യുന്നതിൻ്റെ കളറ്. അടുത്ത ക്വസ്റ്റ്യൻ, the quickest method for determining bacterial motility is. The quickest method for determining bacterial motility is hanging drop method. Quickest method ഏതാണ്? hanging drop method. അടുത്ത questions, automatic tissue processing machine is called histokinete. Automatic tissue processing machine is called histokinete. അടുത്ത question, which of the following is introduced first for tissue cutting? ടിഷ്യൂ കട്ടിങ്ങിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോക്കിംഗ് മൈക്രോടോം. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം അനദർ ടു സ്റ്റിഗ്മ ഓഫ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ് ഈസ് നോൺ ആസ് എക്സനോഗമി. എക്സനോഗമി. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം അനദർ ടു സ്റ്റിഗ്മ ഓഫ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ് ഈസ് നോൺ ആസ് സെനോഗമി. അടുത്ത ക്വസ്റ്റ്യൻ, കൺഗ്രഷൻ ഒക്കേഴ്സ് ഡ്യൂറിങ് ഏർലി മെറ്റാഫേസ്. കൺഗ്രഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഡ്യൂറിങ് ഏർലി മെറ്റാഫേസ്. കൺഗ്രഷൻ ഒക്കേഴ്സ് ഡ്യൂറിങ് ഏർലി മെറ്റാഫേസ്. അടുത്ത ക്വസ്റ്റ്യൻസ്, Autoclave is an example of which of the following method of sterilization? Autoclave എന്ന് പറയുന്നത് ഏതിൻ്റെ
എക്സാമ്പിളാണ്. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന മെത്തേഡിൻ്റെ ഏത് എക്സാമ്പിളാണ് ഓട്ടോക്ലേവ്? മോയിസ്റ്റ് ഹിറ്റ് മെത്തേഡ്. മോയിസ്റ്റ് ഹിറ്റ് മെത്തേഡ്. Autoclave is an example of moist hit method. അടുത്ത ക്വസ്റ്റ്യൻ, pollination carried out by bats is called എന്താണ്? Chiropterophyly. Pollination carried out by bats is called Chiropterophyly. അതായത് ബാറ്റ്സിൻ്റെ പോളിനേഷന് സംഭവിക്കുന്നതിന് പറയുന്ന പേരാണ് Chiropterophyly. അടുത്ത ക്വസ്റ്റ്യൻ, if the oxygen atom is attached to a secondary carbon atom, the compound is known as. If the oxygen atom is attached to a secondary carbon atom, then the compound is known as ketonaspirin. എന്താണ്? ketonaspirin. If the oxygen atom ഒരു സെക്കൻഡറി കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ കോമ്പൗണ്ടിനെ എന്തെന്നാണ് പറയുന്നത്? കെറ്റനാസ്പിരിൻ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസെപ്റ്റ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ് വാസ് പ്രപ്പോസ്ഡ് ബൈ ചാൾസ് എൽട്ടൺ. കൺസെപ്റ്റ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ് വാസ് പ്രപ്പോസ്ഡ് ബൈ ചാൾസ് എൽട്ടൺ. കൺസെപ്റ്റ് എക്കോളജിക്കൽ പിരമിഡിൻ്റെ കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്ത ആരാണ്? ചാൾസ് എൽട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻസ്, എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 3 to ഗ്രൂപ്പ് 12 ബിലോങ്സ് ടു. അതായത് പിരമിഡ് നമ്മുടെ ലോഗരിതമിക് ടേബിളിലെ ഗ്രൂപ്പ് 3യും ഗ്രൂപ്പ് 12നെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഡി ബ്ലോക്ക് എന്ന് പറയുന്നു. എസ് ബ്ലോക്ക് ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്. അതിൽ ഡി ബ്ലോക്ക് ഏതൊക്കെ എലമെൻറ്റ്സ് ഏതൊക്കെ ഗ്രൂപ്പിനെയാണ്? ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെ, 3, 4, 5, 6, 7, 8, 9, 11, 12 വരെയുള്ളതിനെ നമ്മൾ ഡി ബ്ലോക്ക് എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഫോം അഡീഷൻ പ്രോഡക്ട്സ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്. എന്തിനു തരുന്നു? ആൽക്കഹോൾസ്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഫോം അഡീഷൻ പ്രോഡക്ട്സ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ് ആൽക്കഹോൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, പർപ്പിൾ ഓഫ് കാഷ്യസ് ഈസ് കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ഗോൾഡ്. പർപ്പിൾ ഓഫ് കാഷ്യസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കൊളോഡിയൽ സൊല്യൂഷൻ ഓഫ് ഗോൾഡ് എന്ന് പറയുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്ലാസ്സിലത്തെയും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓടിച്ചു വിട്ട് നോക്കിയിട്ട് എല്ലാവരും എക്സാമിന് പോകണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ആൻറ്റിബയോട്ടിക്. ആൻറ്റിബയോട്ടിക് അല്ലാത്തത് ഏതാണ്? ആമോക്സിലിൻ, ആസ്പിരിൻ, പെൻസിലിൻ, ആംബിസിലിൻ. അപ്പോൾ ആസ്പിരിനാണ് ആൻറ്റിബയോട്ടിക് അല്ലാത്തത്. ബാക്കി മൂന്നും ആൻറ്റിബയോട്ടിക്കാണ്. ആമോക്സിലിൻ, പെനിൻസിലിൻ, ആംബിസിലിൻ അതെല്ലാം ആൻറ്റിബയോട്ടിക്കാണ്. ആസ്പിരിൻ ആൻറ്റിബയോട്ടിക് അല്ല. അടുത്ത ക്വസ്റ്റ്യൻസ്, എ ഗുഡ് ക്ലോണിംഗ് വെക്റ്റർ ഷുഡ് ഹാവ് ഓൾ എക്സെപ്റ്റ്. ഒരു ക്ലോണിംഗ് വെക്റ്ററിന് എന്താണ് ഉള്ളത്? എക്സെപ്റ്റ് ഇല്ലാത്തത്. മെനി റിക്കഗ്നിഷൻ സൈറ്റ്സ് ഫോർ സിംഗിൾ റെസ്ട്രിക്ഷൻ എൻസൈം. എന്താണ്? മെനി റെക്കഗ്നിഷൻ സൈറ്റ്സ് ഫോർ സിംഗിൾ റെസ്ട്രിക്ഷൻ എൻസൈം മാത്രം ഇല്ല. എ ഗുഡ് ക്ലോണിംഗ് വെക്റ്റർ ഷുഡ് ഹാവ് ഓൾ. ബാക്കിയെല്ലാം ഉണ്ട്. എക്സെപ്റ്റ് ഏതാണ് ഇല്ലാത്തത്? മെനി റെക്കഗ്നിഷൻ സൈറ്റ്സ് ഫോർ സിംഗിൾ റെസ്ട്രിക്ഷൻ എൻസൈം ആണ് ഇല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 17 ആർ കോൾഡ്. 17th ഗ്രൂപ്പിലെ എലമെൻറ്റ്സിനെ ഹാലജൻസ് എന്ന് വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എനി പാർട്ട് ഓഫ് പ്ലാന്റ് ടേക്കൺ ഔട്ട് ആൻഡ് ഗ്രൗണ്ട് ഇൻ എ ടെസ്റ്റ് ട്യൂബ് അണ്ടർ സ്റ്റെറിലൈസ് കണ്ടീഷൻ ഇൻ എ സ്പെഷ്യൽ ന്യൂട്രിയൻറ്റ് മീഡിയ ഫോർ ഇനിഷ്യേറ്റിംഗ് എ കൾച്ചർ ഈസ് എക്സ്പ്ലാന്റ്. എന്തെന്ന് പറയുന്നു? എക്സ്പ്ലാന്റ്. എനി പാർട്ട് ഓഫ് പ്ലാന്റ് taken out and ground in a test tube under sterile condition in a special nutrient media for initiating a culture is. ആൻസർ എന്താണ്? എക്സ്പ്ലാന്റ്. അടുത്ത ക്വസ്റ്റ്യൻസ്, ഇൻ അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അഗറോസ് ജെല്ലിൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
Ethidium bromide can be used to visualize the DNA fragments. Answer: ethidium bromide can be used to visualize the DNA fragments. അടുത്ത ക്വസ്റ്റ്യൻ, ബയോളജിക്കൽ ഗ്ലൂ ഈസ്. ബയോളജിക്കൽ ഗ്ലൂവിനെ നമ്മൾ ലിഗാസ് എന്ന് പറയുന്നു. ലിഗേസ്. ബയോളജിക്കൽ ഗ്ലൂ ഈസ് ലിഗേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആക്ച്വലി ദ ബീറ്റി ടോക്സിൻ പ്രോട്ടീൻ exist as inactive protoxins, but once insect ingest the inactive toxin, it is converted into an active form of toxin due to the alkaline pH of the gut. Another question വായിക്കാം. The Bt toxin protein exists as inactive protoxins, but once insect ingest the inactive toxin, it is converted into an active form of toxin due to the alkaline pH of the gut. അതായത് ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻസ് ഇന്ന് ഇൻസെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതായത് ടോക്സിൻ ആക്റ്റീവായിട്ട് മാറും. അതിൻ്റെ കാരണം എന്താണ്? ആൽക്കലൈൻ pH, ഗട്ടിൻ്റെ ആൽക്കലൈൻ pH കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്യാരക്ടേഴ്സ് ആർ ചേഞ്ച്ഡ് വിത്ത് ദ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്? ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫോൾ, വെജിറ്റേഷൻ, സ്പീഷീസ്, ഡൈവേഴ്സിറ്റി. ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫോൾ, വെജിറ്റേഷൻ, സ്പീഷീസ്, ഡൈവേഴ്സിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ദ 4-stroke പെട്രോൾ എഞ്ചിൻ ഈസ് ബേസ്ഡ് ഓൺ. 4-stroke പെട്രോൾ എഞ്ചിൻ എന്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്? ഓട്ടോ സൈക്കിൾ. ആൻസർ: ഓട്ടോ സൈക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ ബോഡി മൂവിങ് വിത്ത് നോൺ യൂണിഫോം വെലോസിറ്റി ആൻഡ് യൂണിഫോം ആക്സലറേഷൻ. ഒരു ബോഡി നോൺ യൂണിഫോം വെലോസിറ്റിയും എന്നാൽ യൂണിഫോം ആക്സലറേഷനും ആണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ലീനിയർ ആയിരിക്കും. ഓപ്ഷൻസിൽ ലീനിയർ ഉണ്ട്, നോൺ ലീനിയർ ഉണ്ട്, പ്ലെയിനർ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസിൽ റൈറ്റ് ആൻസർ ഏതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഈസ് ലീനിയർ. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. നമ്മുടെ വാട്ടറിൽ റിപ്പിൾസ് ഉണ്ടാകുന്നതിന് എക്സാമ്പിൾ ഏതിൻ്റെ വേവാണ്? ട്രാൻസ്വേഴ്സ് വേവ്. റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ട്രാൻസ്വേഴ്സ് വേവ്. അടുത്ത ക്വസ്റ്റ്യൻ, thermodynamic system that exchange both energy and matter with the surrounding is known as open system. അതായത് തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഡോപ്ലർ ഇഫക്റ്റ് ദർ ഈസ് എ ചേഞ്ച് ഇൻ. ഡോപ്ലർ എഫക്റ്റിൽ എന്തിൻ്റെ ചേഞ്ചാണ് കാണിക്കേണ്ടത്? ഫ്രീക്വൻസിയുടെ. ഇൻ ഡോപ്ലർ എഫക്റ്റ് ദർ ഈസ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഡീസൽ എൻജിൻ ദ ഹൈ ടെമ്പറേച്ചർ നീഡഡ് ടു ഇഗ്നൈറ്റ് ദ ഫ്യൂവൽ ഈസ് അച്ചീവ്ഡ് ബൈ. ഒരു ഡീസൽ എൻജിനിൽ ഹൈ ടെമ്പറേച്ചർ നമുക്ക് കിട്ടുന്ന എങ്ങനെയാണ്? കംപ്രസിങ് എയർ ഇൻ ദ സിലിണ്ടർ. In a diesel engine, high temperature needed to ignite the fuel is achieved by compressing air in the cylinder. അടുത്ത ക്വസ്റ്റ്യൻ, ജോയിൻറ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. അറ്റ്ലസും ആക്സിസും തമ്മിലുള്ള ജോയിൻറ്റിനെ പറയുന്ന പേരാണ് പിവോട്ട് ജോയിൻറ്റ്. ഇതിപ്പോൾ ജോഗ്രഫിയിലേക്കുള്ള ക്വസ്റ്റ്യനാണ്. ദ ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസി occurred in small population by chance is called genetic drift. The change in gene frequency occurred in a small population by chance is called a genetic drift. Which of the following pairs are correctly matched? ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന പെയർ ഏതാണ്? ഓപ്ഷൻ തൈറോക്സിൻ ടെറ്റനി, PTH growth impaired, insulin diabetes mellitus, FSH failure of ovulation. അപ്പോൾ ആൻസർ
ഇൻസുലിൻ, ഡയബറ്റിസ് മെലിറ്റസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ചെയ്യുന്ന പെയർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് RNA ഹാസ് സ്ട്രക്ചറൽ ആൻഡ് കാറ്റലിറ്റിക് റോൾ ഇൻ ട്രാൻസ്ലേഷൻ? ഏത് RNAയ്ക്കാണ് സ്ട്രക്ചറലായിട്ടും കാറ്റലിറ്റിക് ആയിട്ടും ട്രാൻസ്ലേഷനിൽ റോൾ ഉള്ളത്? mRNA, tRNA, rRNA, gRNA. ആൻസർ rRNA. Which monas disorder is basically seen in female but female character is not developed properly? അതിനെ പറയുന്ന അവസ്ഥയ്ക്കാണ് ടേണേഴ്സ് സിൻഡ്രോം. ഒന്നുകൂടെ പറയാം. വിച്ച് ഡിസോർഡർ ഈസ് ബേസിക്കലി സീൻ ഇൻ ഫീമെയിൽ ബട്ട് ഫീമെയിൽ ക്യാരക്ടർ ഈസ് നോട്ട് ഡെവലപ്ഡ് പ്രോപ്പർലി? ആൻസർ ടേണേഴ്സ് സിൻഡ്രോം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചു വയ്ക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് നാളെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.